ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു HO+ അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു 4 ചാപ്റ്റേഴ്സാണ്. ഈ ഒരു 4 ചാപ്റ്റേഴ്സിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, നമ്മൾ ഒന്നുകൂടെ നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 4 ചാപ്റ്റേഴ്സ്: ആധുനിക ലോകം 1, ആധുനിക ലോകം 2, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലങ്ങൾ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ AD 1757 1857, കൊളോണിയൽ ഇന്ത്യയുടെ മതസാമൂഹിക ഉണർവ്. ഈ ഒരു 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വരുന്നത് ചാപ്റ്റർ 3, ആധുനിക ലോകം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയുടെ കാരണങ്ങൾ എന്തെല്ലാം? അപ്പോൾ എന്തെല്ലാമാണ് ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയുടെ കാരണങ്ങൾ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫ്യൂഡൽ വ്യവസ്ഥ എന്താണെന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഫ്യൂഡൽ വ്യവസ്ഥയുടെ ആ ഒരു കാരണങ്ങൾ പോയിന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ എഴുതുക കേട്ടോ. അപ്പം നമുക്കറിയാം എന്താണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ മധ്യ കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിട്ടുണ്ടായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. എന്താണ്? മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഇപ്പോൾ ഫ്യൂഡൽ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഫ്യൂഡൽ എന്ന് പറയുന്ന പദം ജർമ്മനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫ്യൂഡൽ എന്ന് പറയുന്ന പദം, ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഈ ഒരു ടേം ഫ്യൂഡൽ എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഫ്യൂഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഒരു തുണ്ട് ഭൂമി എന്നാണ് ഫ്യൂഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഫ്യൂഡലിസം അനുസരിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയായിരുന്നു ആളുകളെ ശ്രേണീകരിച്ചിരുന്നത്? 3 ശ്രേണികൾ അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മുടെ ഫ്യൂഡലിസം അനുസരിച്ചിട്ട് സമൂഹത്തിൽ ആളുകളെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പം അത് നമുക്കറിയാം. നമ്മളിപ്പം ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൊടുക്കുക. ഇതിൽ ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ് നമ്മൾ ഫ്യൂഡൽ വ്യവസ്ഥയിൽ ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തിനെ ശ്രേണീകരിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ വരുന്ന ആളുകൾ ആരാണ്? പുരോഹിതന്മാരാണ്. ഫസ്റ്റ് തട്ടിൽ വരുന്ന, ഏറ്റവും ഉയർന്ന തട്ടിൽ വരുന്ന ആളുകൾ പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ തട്ടിൽ വരുന്ന ആളുകൾ ആരാണ്? പ്രഭുക്കന്മാരാണ്. മൂന്നാമത്തെ തട്ടിൽ വരുന്ന ആളുകൾ ആരാണ്? കർഷകരാണ്. ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ് നമ്മൾ സമൂഹത്തിൽ ഈ ഒരു ഫ്യൂഡലിസം അനുസരിച്ച് 3 ശ്രേണികളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മേലെ തട്ടിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ തട്ടിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ തട്ടിൽ ആരാണ്? കർഷകർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശ്രേണീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള വ്യവസ്ഥയുടെ, ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയുടെ കാരണങ്ങൾ നോക്കാം. സമൂഹത്തിലെ മധ്യവർഗത്തിൻ്റെ ഉദയത്തോടു കൂടിയാണ് ഫ്യൂഡലിസത്തിൻ്റെ പതനം ആരംഭിച്ചത്. ആരുടെ ഉയർച്ചയോടു കൂടിയാണ്? സമൂഹത്തിലെ മധ്യവർഗത്തിൻ്റെ ഉയർച്ചയോടുകൂടി. അപ്പോൾ ശക്തരായ രാജാക്കന്മാരുടെ വരവ്, ഫ്യൂഡൽ പ്രഭുക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്നീ കാരണങ്ങളും ഫ്യൂഡൽ സമ്പ്രദായത്തിന് മങ്ങലേൽപ്പിച്ചു. ആരുടെ വരവാണ്? ശക്തരായ രാജാക്കന്മാരുടെ വരവും ഫ്യൂഡൽ പ്രഭുക്കന്മാർ അവർ തമ്മിലുള്ള യുദ്ധങ്ങളുടെ കാരണങ്ങൾ കൊണ്ടും ഫ്യൂഡൽ സമ്പ്രദായത്തിന് എന്താണ്? മങ്ങലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? പുതിയ പട്ടണങ്ങളുടെയും വലിയ നഗരങ്ങളുടെയും ആവിർഭാവത്തോടെ വ്യാപാരം വർദ്ധിക്കുകയും വ്യാപാരി വർഗത്തിൻ്റെ ഉദയത്തിന് കാരണമാകുകയും ചെയ്തു. പുതുതായി ഉദയം കണ്ട പട്ടണങ്ങളിലും നഗരങ്ങളിലുമുള്ള ജനങ്ങൾ ഫ്യൂഡൽ പ്രഭുക്കളുടെ നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനും ജോലി ചെയ്യാനും പറ്റിയ സാഹചര്യം ഉണ്ടായത് ഗ്രാമങ്ങളിലെ ജനങ്ങളെയും ആകർഷിച്ചു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് പകരമായി പണം കൈമാറ്റ മാധ്യമമായി മാറി. പ്രഭുക്കന്മാർക്ക് ആർഭാട ജീവിതത്തിന് പണം കൂടുതലായി വേണ്ടി വന്നപ്പോൾ അടിമകളിൽ നിന്നും വേതനരഹിത സേവനത്തിനു പകരം പണം സ്വീകരിച്ചു തുടങ്ങി. ഇതോടെ വ്യാപാര സമൂഹം കൂടുതൽ ശക്തരാകുകയും ഫ്യൂഡൽ പ്രഭുക്കളുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഒരു ഫ്യൂഡലിസത്തിൽ നിലനിന്നിരുന്ന ആ ഒരു സമ്പ്രദായം എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു സമൂഹത്തിൽ 3 തട്ടുകളായിട്ടാണ് ശ്രേണീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ തട്ടിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ തട്ടിൽ പ്രഭുക്കന്മാർ, ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് കർഷകർ. അപ്പം
ഈ ഒരു കർഷകർ എന്തായിരുന്നു ചെയ്തു പറയുക, നമ്മുടെ ഭൂമി പാട്ടത്തിന് നൽകുന്ന ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയാണ് ഈ ഒരു ഫ്യൂഡലിസത്തിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കയ്യിലായിരിക്കും എന്താണ് ഒത്തിരി ഭൂമികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെന്താണ്, അവർ രാജാവിൻ്റെ താഴെ വരുന്ന ഒരു ആളുകളാണ് പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. രാജാവിൻ്റെ താഴെ വരുന്ന ആളുകളാണ് പ്രഭുക്കന്മാർ. അപ്പോൾ അവരെന്താണ് ഈ ഭൂമിയിൽ അവർ കർഷകരായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തും ഈ ഒരു പ്രഭുക്കന്മാരുടെ. അവരുടെ സ്ഥലത്ത് അവർ കൃഷി ചെയ്യുന്നു, അതുപോലെ അവരെന്താണ് ഏറ്റവും അടിമകളായിട്ടാണ് ഈ ഒരു പ്രഭുക്കന്മാരെ കർഷകരെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാർ സമ്പന്നരാവുകയും അതുപോലെ കർഷകർ എന്നും ദരിദ്രരാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കിടയിൽ എന്താണ് എപ്പോഴും യുദ്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഒരു ശക്തരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഒരു റോളൊക്കെ കുറയുന്നത്. അപ്പോൾ അവരെന്താണ് ഈ ഒരു രാജാക്കന്മാരെ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു തകർച്ചയുടെ കാരണമായത്, പുതിയ പട്ടണങ്ങളും പുതിയ നഗരങ്ങളും ഒക്കെ വരുമ്പോൾ എന്താണ് ആളുകൾ മാറും. അപ്പോൾ ഇവരെന്താണ് ഈ പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കീഴിൽ നിന്നും എന്താണ് മറ്റുള്ള സ്ഥലത്തേക്ക് പട്ടണങ്ങളിലേക്കൊക്കെ എന്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആളുകളെ കിട്ടാതെ ഈ കൃഷി ചെയ്യാനൊക്കെ ആളുകളെ കിട്ടാതെ ഈ ഒരു പ്രഭുക്കന്മാരൊക്കെ എന്താണ് വളരെയധികം ബുദ്ധിമുട്ടാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ധൂർത്തും അവരുടെ ജീവിത ശൈലിയും എല്ലാം എന്താണ് അവരുടെ ആർഭാട ജീവിതത്തിനൊക്കെ എന്താണ് അവർക്ക് കൂടുതൽ പണമൊക്കെ വേണ്ടി വന്നപ്പോൾ അവർ അടിമകളിൽ നിന്നും വേതനരഹിത സേവനത്തിനൊക്കെ പണം സ്വീകരിച്ചു തുടങ്ങി. അങ്ങനെ എന്താണ് പിന്നെ നമ്മുടെ വ്യാപാര സമൂഹത്തിൻ്റെ കൂടുതൽ ശക്തരാകുകയും ഫ്യൂഡൽ പ്രഭുക്കളുടെ തകർച്ചയ്ക്കൊക്കെ ഇത് തുടക്കം കുറിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായ വിപ്ലവം മൂലം സമൂഹത്തിൽ വന്ന പ്രധാന മാറ്റങ്ങൾ വിശദമാക്കാനാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വ്യവസായ വിപ്ലവം മൂലം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇംഗ്ലീഷ് വ്യാപാരികൾ അന്താരാഷ്ട്ര വാണിജ്യ വ്യാപാരങ്ങളിലൂടെ ധാരാളം സ്വത്ത് സമ്പാദിക്കുകയും അവരുടെ കോളനികളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ധാരാളമായി എത്തിക്കുകയും ചെയ്തു. ഇക്കാലത്ത് യന്ത്രവൽക്കരണം വ്യാപകമായി ഉൽപാദനവും ലാഭവും വർദ്ധിച്ചു. ഉൽപാദനത്തിന് വേണ്ടി മനുഷ്യനും മൃഗവും ചെയ്തിരുന്ന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുക്കുവാൻ തുടങ്ങി. ഇത് സമൂഹത്തിലെ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കാൻ ഇടയാക്കി. ഒരു വിഭാഗത്തിനെ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബൂർഷ്വാസി, മറ്റേ വിഭാഗത്തിനെ തൊഴിലാളി അല്ലെങ്കിൽ പ്രോലിറ്റേറിയറ്റ് എന്നും പിന്നീട് വിളിക്കപ്പെട്ടു. അപ്പോൾ വ്യവസായ വിപ്ലവം മൂലം നമുക്ക് എന്താണ് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത്? നമ്മുടെ 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം വന്നതിലൂടെയാണ് നമ്മുടെ വ്യവസായ വിപ്ലവത്തിൻ്റെ മാറ്റം വന്നത്. അങ്ങനെ എന്താണ് അത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ എന്താണ് വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാർഷിക മേഖലയിലായിക്കോട്ടെ ഉൽപ്പാദന മേഖലയിലൊക്കെ എന്താണ് യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതെന്താണ് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും അതുപോലെ ജോലിഭാരം കുറയ്ക്കാനൊക്കെ ഈ ഒരു യന്ത്രങ്ങളുടെ കടന്നുവരവും അതുപോലെ വ്യവസായ വിപ്ലവത്തിൻ്റെ വരവോടെ നമുക്ക് സാധ്യമായി കേട്ടോ. അപ്പം ഈ ഒരു വ്യവസായ വിപ്ലവം മൂലം നമുക്ക് അനന്തരഫലമായിട്ടുണ്ടായ ഒരു കാര്യമാണ് ഈ സമൂഹത്തിൽ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു വിഭാഗത്തിനെ ക്യാപിറ്റലിസ്റ്റ് എന്നും ഒരാളെ ജോലി ചെയ്യിപ്പിക്കുന്ന ആളും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ മറ്റേ വിഭാഗം തൊഴിലാളി. അങ്ങനെ ഈ ഒരു പ്രോലിറ്റേറിയറ്റും അതുപോലെ ക്യാപിറ്റലിസ്റ്റും സമൂഹത്തിൽ രണ്ട് ആളുകൾ ഉടലെടുത്തു. ഓക്കെ, ഇപ്പം പണ്ട് നമ്മളെന്താണ് ഉൽപ്പാദനവും ലാഭവും ഒക്കെ എന്താണ് നമ്മുടെ യന്ത്രവൽക്കരണം കൊണ്ട് ഉൽപ്പാദനവും ലാഭവും വർദ്ധിക്കാനിടയായി. പിന്നെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് മനുഷ്യനും മൃഗവും ചെയ്തിരുന്ന ജോലികളെല്ലാം യന്ത്രങ്ങൾ ഏറ്റെടുത്തു. ഇതൊക്കെ നമ്മുടെ വ്യവസായ വിപ്ലവം മൂലം സമൂഹത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശാസ്ത്ര മേഖലയിൽ നവോത്ഥാനം നൽകിയ സംഭാവന ഏതെല്ലാം? അപ്പോൾ എന്തെല്ലാം സംഭാവനയാണ് ശാസ്ത്ര ലോകത്ത് നവോത്ഥാനം കൊണ്ടുണ്ടായത് നോക്കാം. നവോത്ഥാന കാലത്ത് ശാസ്ത്ര മേഖലയിൽ അസാധാരണമായ വികസനമുണ്ടായി. നിരീക്ഷണ പരീക്ഷണങ്ങളിൽ കൂടി അറിവ് ലഭിക്കുന്നതിന് അവർ കൂടുതൽ ഊന്നൽ നൽകി. പാരമ്പര്യങ്ങളിലും സ്ഥാപിതാചാരങ്ങളിലും ഉള്ള അന്ധവിശ്വാസം അവർ നിഷേധിച്ചു. മനുഷ്യ ശരീരത്തിലും ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ശ്രദ്ധേയ നേട്ടങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. മൈക്കൻ സൈർവെക്സ് എന്ന സ്പാനിഷ് ബീഷഗ്വരൻ രക്തചംക്രമണം കണ്ടുപിടിച്ചു. ഇംഗ്ലീഷുകാരനായ വില്യം ഹാർവി ഹൃദയത്തിൻ്റെ രക്തശുചീകരണ പ്രവർത്തനങ്ങളെയും ഞരമ്പിലൂടെയുള്ള രക്തയോട്ടത്തെയും കുറിച്ച് വിശദീകരിച്ചു. അപ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ ശാസ്ത്രമേഖലയിൽ നവോത്ഥാനം നൽകിയ സംഭാവന? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ
നമ്മുടെ യൂറോപ്പിലെ ജനങ്ങൾക്കിടയിൽ അവരുടെ ചിന്താഗതിയിൽ ഒക്കെ വന്ന മാറ്റത്തിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് എന്താണ്, ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി, അതുപോലെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തി. അപ്പോൾ ഈ ഒരു നവോത്ഥാനം മൂലം നമ്മുടെ എല്ലാ മേഖലകളിലും ഓരോ സംഭാവനകൾ, ഓരോ വ്യക്തിത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ശാസ്ത്ര മേഖലയിൽ സംഭാവന എന്തൊക്കെയാണെന്ന് നോക്കാം നവോത്ഥാനം മൂലം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ എന്താണ്, ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ എന്താണ്, മൈക്കൻ സൈർവൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഭിഷഗ്വരനാണ് നമ്മുടെ രക്തചംക്രമണം കണ്ടുപിടിച്ചത്. അതുപോലെ ഇംഗ്ലീഷുകാരനായിട്ടുള്ള വില്യം ഹാർവി എന്താണ്, ഹൃദയത്തിൻ്റെ രക്തശുദ്ധീകരണ പ്രവർത്തനങ്ങളെയും ഞരമ്പിലൂടെയുള്ള രക്തയോട്ടത്തെയും കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ചു. പിന്നെന്താണ്, നമ്മുടെ ഈ ഒരു ശാസ്ത്രം വന്നത് മൂലം എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എല്ലാം സയൻറ്റിഫിക്കായി, അതുപോലെ നമ്മുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ കൂടി അറിവ് ലഭിക്കുന്നതിന് അവർ കൂടുതൽ ഊന്നൽ നൽകി. പിന്നെന്താണ്, നമ്മുടെ പാരമ്പര്യങ്ങളിലും അതുപോലെ പണ്ട് മുതലേ ഉള്ള അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഈ ഒരു ശാസ്ത്രത്തിൻ്റെ കടന്നുവരവും ഈ ഒരു നവോത്ഥാനം മൂലം അതൊക്കെ നിഷേധിച്ചു. എന്നിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫുള്ള കാര്യങ്ങൾ മാത്രമേ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. അതൊക്കെ നമ്മുടെ ശാസ്ത്ര മേഖലയിൽ ഓരോ വ്യക്തികൾ നൽകിയ സംഭാവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം? 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം ഫ്യൂഡൽ സ്വഭാവത്തിലുള്ളതായിരുന്നു. രാജാവിനായിരുന്നു പരിപൂർണ അധികാരം. സമൂഹത്തെ പുരോഹിതർ, പ്രഭുക്കന്മാർ, കർഷകർ അല്ലെങ്കിൽ സാധാരണക്കാർ എന്ന് 3 എസ്റ്റേറ്റുകളായി തരം തിരിച്ചിരുന്നു. ആദ്യത്തെ 2 വിഭാഗത്തിൽപ്പെട്ടവർ എല്ലാവിധ സുഖസൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നു. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടത് ആരാണ്? പ്രഭുക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നത്. പിന്നെന്താണ്, ആദ്യത്തെ 2 വിഭാഗത്തിൽപ്പെട്ടവരും പുരോഹിതന്മാരും പ്രഭുക്കന്മാരുമാണ് ഈ ഒരു സുഖസൗകര്യങ്ങളും എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നത്. പക്ഷേ ഇത് 3ാം വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർക്ക് വലിയ അമർഷം ഉണ്ടാക്കി. സാധാരണക്കാരെന്ന് പറയുമ്പോൾ കർഷകർ അടങ്ങിയിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലിട്ട് നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചിട്ട് കണ്ടില്ലേ, ആ ഒരു ഏറ്റവും അടിയിൽ ആരായിരുന്നു? കർഷകരാണ് ഈ ഒരു സുഖസൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കാതെ ഏറ്റവും കഷ്ടതയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇക്കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി 16ാമൻ്റെയും ഭാര്യ മേരി അറ്റോണിൻ്റെയും ആഡംബര ജീവിതം ഫ്രാൻസിനെ കടക്കെണിയിൽ നിന്നും രക്ഷ നേടാൻ പുതിയ നികുതികൾ ഈടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ 3 എസ്റ്റേറ്റുകളുടെയും യോഗം വിളിച്ചു. 3ാം വിഭാഗക്കാരായ സാധാരണക്കാർ നികുതി സമ്പ്രദായത്തിൽ തുല്യത വരുത്തണമെന്നും പുരോഹിതരും പ്രഭുക്കന്മാരും അടങ്ങുന്ന ഈ 2 എസ്റ്റേറ്റുകൾ അനുഭവിക്കുന്ന എല്ലാ പ്രത്യേക അവകാശങ്ങളും റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഒടുവിൽ 3ാം എസ്റ്റേറ്റുകാർ സ്വയം ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിക്കുകയും ചക്രവർത്തിയിൽ നിന്നും രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഫ്രഞ്ചുകാരിൽ സ്വാധീനം ചെലുത്തിയതാണ് ഈ ഒരു നേട്ടങ്ങൾക്കെല്ലാം കാരണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണം. എന്താണ്? ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അതിലുള്ള പ്രഭുക്കന്മാരും അതുപോലെ പുരോഹിതന്മാരും എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചിരുന്നു. ഈ ഒരു സൗകര്യങ്ങളൊന്നും ആർക്ക് കിട്ടുന്നില്ല? കർഷകർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, സാധാരണ ജനങ്ങൾക്ക്. അപ്പോൾ അവരിതിനെ പ്രതിഷേധിച്ചുകൊണ്ട് രാജാവിനോട് എന്താവശ്യപ്പെട്ടു? ഇവർക്ക് ഇപ്പം നൽകുന്ന ഈ പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നൽകുന്ന എല്ലാ ആഡംബര ജീവിതവും എല്ലാ സുഖസൗകര്യങ്ങളും എടുത്തു മാറ്റണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. പിന്നെന്താണ്, ഈ ഒരു രാജാവിൻ്റെ നമ്മുടെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി 16ാമൻ്റെയും അതുപോലെ മേരി അറ്റോണിൻ്റെയും ആഡംബര ജീവിതം എന്താണ് ഫ്രാൻസിനെ കടക്കണിയിലാക്കി. അവിടുത്തെ ആളുകൾ എല്ലാവരും എന്താണ് കടക്കണിയിലാക്കി. അതുപോലെ അവരുടെ ജീവിത സാഹചര്യം ഒക്കെ മോശമായി വന്നു. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ രാജാക്കന്മാർ പുതിയ നികുതികളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ 3 ആൾക്കാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടാണ് ഈ ഒരു 3ാം വിഭാഗക്കാരായിട്ടുള്ള സാധാരണക്കാർ ഈ നികുതി സമ്പ്രദായം എന്താണ്, ഇവർക്ക് മാത്രമാണ് നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടായത്, കർഷകർക്ക് മാത്രം. ആ ഒരു സമ്പ്രദായം ഇവർ എല്ലാത്തിലും തുല്യത വരുത്തണമെന്നൊക്കെ ആരാവശ്യപ്പെട്ടു? കർഷകർ ആവശ്യപ്പെട്ടു. അങ്ങനെ പുരോഹിതരും പ്രഭുക്കന്മാരും അടങ്ങുന്ന ഈ 2 എസ്റ്റേറ്റുകൾ അനുഭവിക്കുന്ന എല്ലാ പ്രത്യേക അവകാശങ്ങളും റദ്ദ് ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു 3ാം എസ്റ്റേറ്റ് നമ്മുടെ കർഷകർ അല്ലെങ്കിൽ സാധാരണക്കാർ എന്താണ് അവരെ സ്വയം അസംബ്ലി ആയിട്ട് അവർ പ്രഖ്യാപിക്കുകയും പിന്നെ ഈ ഒരു ചക്രവർത്തിയിൽ നിന്നൊക്കെ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ആര് ചെയ്തു? സാധാരണക്കാർ ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം
നമ്മുടെ ഫ്രഞ്ചുകാരിൽ ഒരു ഇൻഫ്ലുവൻസ് വരുത്തിയത് ഇങ്ങനെയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രഖ്യാപനം കൊണ്ടാണ് ഫ്രഞ്ചുകാരിൽ ഈ ഒരു സ്വാധീനം ചെലുത്തിയതെന്നാണ് ഈ ഒരു നേട്ടങ്ങൾക്കെല്ലാം കാരണമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആ ഒരു തുടക്കവും ആ ഒരു കാരണങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാനുള്ളത്. ആധുനിക ലോകം സെക്കൻഡ് പാർട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫലങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കാം. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വിനാശകരവും ഭീകരവുമായ സംഭവങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം സാക്ഷ്യം വഹിച്ചു. നിരപരാധികളായ സാധാരണക്കാരുൾപ്പെടെ 10 ലക്ഷത്തോളം പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. മിക്ക രാജ്യങ്ങളുടെയും സമ്പദ്ഘടന തകരുകയും അത് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, സാമൂഹിക പ്രതിസന്ധികളും തുടങ്ങി അനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. യുദ്ധവും സമാധാന ഉടമ്പടികളും ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങൾ വരുത്തി. യുദ്ധത്തിൻ്റെ അവസാനം യൂറോപ്യൻ മേധാവിത്വത്തിൻ്റെ അവസാനം കൂടിയായിരുന്നു. USSRും USSAയും 2 വൻശക്തികളായി ഉയർന്നു വന്നു. ഇക്കാലഘട്ടത്തിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി പ്രാപിച്ചു. 1918 ജനുവരിയിൽ യുദ്ധം അവസാനിക്കുന്നതിന് US പ്രസിഡന്റ് വുഡ്രോ വിൽസൺ 14 സമാധാന സന്ധി മുന്നോട്ട് വച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ രൂപീകരണമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1920 ലീഗ് ഓഫ് നേഷൻ രൂപീകരിച്ചു. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്താണ്? എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ സമ്മാനിച്ച ഒരു കാര്യമാണ് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ കുറേ സാധാരണ നിരപരാധികളായിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് 10 ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ജീവൻ പൊലിഞ്ഞു പോയത്. പിന്നെ എന്താണ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങളായിട്ട് നമുക്ക് എന്താണ് കിട്ടിയത്? തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെയുള്ള എല്ലാ പ്രതിസന്ധികൾ, ഇതൊക്കെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ യുദ്ധവും സമാധാന ഉടമ്പടികളൊക്കെ എന്താണ് എല്ലാ ഭൂപടത്തിൽ, യൂറോപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലൊക്കെ ഈ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെന്താണ് എല്ലാ മേധാവിത്വത്തിൻ്റെയും അവസാനം കൂടിയായിരുന്നു ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം. പിന്നെ നമ്മുടെ USSRും USSAയും ഒക്കെ 2 വൻ ശക്തികളായി ഉയർന്നു വന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങളായിട്ടാണ്. പിന്നെ എന്താണ് നമ്മുടെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പ്രാപിച്ചത് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെയാണ്. പിന്നെ എന്താ പറയുന്നത്, 1918 ജനുവരിയിലാണ് യുദ്ധം അവസാനിക്കുന്നത്. അങ്ങനെ അത് US പ്രസിഡന്റ് ആരാണ്? വുഡ്രോ വിൽസൺ 14 സമാധാന സന്ധി മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോകത്തിൻ്റെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ ഒരു രൂപീകരണമാണെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതൊക്കെയാണ് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന് അനന്തര ഫലങ്ങളിൽ വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് 1920 രൂപീകരിച്ചത്. അപ്പോൾ ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ കൂടെ എന്താണെന്നൊന്ന് മനസ്സിലാക്കാനുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയതെന്ന് ഞാനൊന്ന് പറയാം. അപ്പോൾ നമ്മുടെ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളാണ് ശരിക്കും ഈ ഒരു ലോക രാജ്യങ്ങളെ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫലങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ കാരണങ്ങൾ, ഈ ഒരു യുദ്ധത്തിലോട്ട് എത്താനുള്ള കാരണങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന മൊത്തം ലോകത്തിലുണ്ടായിരുന്ന സാമ്രാജ്യത്വ ശക്തികൾ തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ലോക രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനും യുദ്ധത്തിലോട്ട് എത്താനൊക്കെ കാരണമായത് കേട്ടോ. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളെക്കാൾ താഴ്ന്ന രാജ്യക്കാരെയൊക്കെ എന്താണ് അവർ കോളനി ആയിട്ട് വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കോളനികളാക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഈ ഒരു രാജ്യങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് പിന്നീട് സംഘർഷത്തിലേക്ക് വരികയും പിന്നെ അത് വലിയൊരു യുദ്ധത്തിൽ ചെന്ന് കലാശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണം. പിന്നെ എന്താണ് വ്യാവസായിക വിപ്ലവം നമ്മുടെ ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്നതും അതുപോലെ ഇത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയുണ്ടായി. തുടർന്ന് അതെന്താണ് സാധാരണക്കാരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതമായത് മറ്റേ അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ
ആ ഒരു തീവ്ര ദേശീയതയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ രാജ്യം ചെയ്യുന്നതാണ് ശരി, ആ ഒരു മൈൻഡിലാണ് ആളുകൾ അവിടെ നിലനിന്നിരുന്നത്. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു തീവ്ര ദേശീയത ഉടലെടുക്കുകയും അങ്ങനെയൊക്കെയാണ്. അതുപോലെ എല്ലാ രാജ്യങ്ങളും തങ്ങളെക്കാൾ ബലമില്ലാത്ത രാജ്യങ്ങൾ തങ്ങളുടെ കോളനിവൽക്കരിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിലൊരു മത്സരമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചിട്ടുള്ള കാരണങ്ങൾ. അതിൻ്റെ ഫലങ്ങളാണ് നമ്മുടെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സാമൂഹിക പ്രതിസന്ധികളും ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുക. നോക്കാം. കാരണങ്ങൾ എന്താണ്? മറ്റു യുദ്ധങ്ങൾ പോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധവും യൂറോപ്പിലാണ് ആരംഭിച്ചത്. ഫാസിസ്റ്റ് രാജ്യങ്ങൾ സാമ്രാജ്യത്വ ലാഭങ്ങൾക്ക് വേണ്ടി ലോകത്ത് വീണ്ടും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചു. ഇത് മറ്റ് സാമ്രാജ്യത്വ ശക്തികളുമായുള്ള സംഘർഷണത്തിന് ഇടയാക്കി. 1936 ജർമ്മനി റൈൻലൻഡ് കീഴടക്കി. ഇറ്റലി എത്യോപ്യയെ ആക്രമിച്ചു. ആക്രമണങ്ങളും പിടിച്ചെടുക്കലുകളും സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കാൻ ഇടവരുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ വളർച്ച പാശ്ചാത്യ രാജ്യങ്ങളെ ഉത്കണ്ഠാകുലരാക്കി. ഫാസിസ്റ്റുകളായ ഇറ്റലിയും ജർമ്മനിയും കമ്മ്യൂണിസ്റ്റ് വിരോധികളായതിനാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും അവരെ പിന്തുണയ്ക്കുന്ന ഒരു നയം തുടർന്നു. സ്പെയിനിലെ ജനകീയ ഗവൺമെന്റിന്റെ സ്പെയിനിലെ ജനകീയ ഗവൺമെന്റിനെതിരെ ഫാസിസ്റ്റ് ജനറൽ ഫ്രാങ്കോ അഴിച്ചുവിട്ട കലാപത്തിൽ ഹിറ്റ്ലർ ഫ്രാങ്കോയെ സഹായിച്ചു. ഫ്രാങ്കോയ്ക്കെതിരെ നടപടിയെടുക്കാൻ സോവിയറ്റ് യൂണിയനും മറ്റ് ലോകരാജ്യങ്ങളും ഇംഗ്ലണ്ടിന് ആവശ്യപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിക്കൊപ്പം നിന്നു. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയെയും ഇറ്റലിയെയും പ്രീണിപ്പിക്കുന്നത് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയുമായി ധാരണയുണ്ടാക്കി. 1939 സെപ്റ്റംബർ 1 ജർമ്മൻ പോളണ്ടിനെ ആക്രമിച്ചു. പോളണ്ടുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ സെപ്റ്റംബർ 3 ജർമ്മനിയുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ എന്താണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്? നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് നമ്മുടെ നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ ഒരു അഗ്രസീവ് നാഷണലിസം തീവ്ര ദേശീയതയായി മാറുന്നത് നമ്മൾ കണ്ടു അല്ലേ? നാഷണലിസം അഗ്രസീവ് നാഷണലിസം ആയി മാറി. ഈ ഒരു അഗ്രസീവ് നാഷണലിസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഫാസിസത്തെ പറയുന്നത്. ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തോടും അതുപോലെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടും ആ ഭരണാധികാരികൾ നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ഐഡിയോളജികളോടൊക്കെയുള്ള അന്ധമായ ആരാധനയും വിശ്വാസവുമാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാരണമാണ് നമ്മുടെ ഈ ഒരു യുദ്ധങ്ങൾ, നമ്മുടെ സാധാരണ യുദ്ധങ്ങൾ പോലെ തന്നെയാണ് രണ്ടാം ലോക യുദ്ധവും യൂറോപ്പിൽ തന്നെയാണ് ആരംഭിച്ചത്. അത് ഈ ഒരു ഫാസിസ്റ്റ് രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോകത്ത് വീണ്ടും മാറ്റങ്ങൾ വരാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ സാമ്രാജ്യത്വ ശക്തികൾക്കായുള്ള സംഘർഷത്തിന് ഇടയാക്കി. അതാണ് നമ്മുടെ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ. ഇനി നമുക്കതിൻ്റെ ഫലങ്ങൾ നോക്കാം. 1945 സെപ്റ്റംബർ യുദ്ധം അവസാനിച്ചു. അത് മാനവ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ യുദ്ധമായിരുന്നു. ഇതെന്താണ്? ആയിരക്കണക്കിന് ജനങ്ങൾക്ക് സ്വത്തും ജീവനും നഷ്ടപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് നമ്മുടെ ഇവിടെ ജപ്പാനിലെ നാഗസാക്കിയിലൊക്കെ എന്താണ് ഹിരോഷിമ ബോംബ് വർഷിച്ചതൊക്കെ. അണുബോംബ് ആക്രമണത്തിലൂടെ ജപ്പാൻ നഗരങ്ങളായിട്ടുള്ള നാഗസാക്കിയിലും ഹിരോഷിമയും തകർന്നടിഞ്ഞു. ജർമ്മനി 4 വിഭജിക്കപ്പെട്ടു. നാസി പാർട്ടിയെ നിരോധിക്കുകയും ജർമ്മൻ സൈന്യത്തെ പിരിച്ചുവിടുകയും ചെയ്തു. ജപ്പാൻ US-ൻ്റെ മേൽനോട്ടത്തിലായി. പിന്നെന്താണ്? സോവിയറ്റ് യൂണിയനും USSAയും 2 വൻ ശക്തികളായി മാറി. ഭൂരിഭാഗം രാജ്യങ്ങളും ഈ 2 ശക്തികൾക്ക് കീഴിലായി വിഭജിക്കപ്പെട്ടു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് ചേരിയെന്നും മറ്റേത് പാശ്ചാത്യ ചേരിയെന്നും അറിയപ്പെട്ടു. UNO എന്ന ലോക സംഘടനയുടെ രൂപീകരണമാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. നമ്മളത് ആലോചിച്ച് വെക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളിലുള്ള നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതൊക്കെ ഓർക്കുക. അതുപോലെ UNO എന്ന ലോക സംഘടനയുടെ രൂപീകരണമാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. പിന്നെന്താണ്? ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കൊളോണിയൽ ഭരണത്തിൻ്റെ യാതനകൾ അനുഭവിച്ചിരുന്ന രാഷ്ട്രങ്ങൾ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോളനികളുടെ മേലുള്ള സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ടുള്ള 2 ഗുണങ്ങളും 2 ദോഷങ്ങളും എഴുതുക. കോളനികളുടെ മേലുള്ള സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ടുള്ള ഗുണവും ദോഷവും നോക്കാം. ആശയവിനിമയ രംഗത്തും ഗതാഗത രംഗത്തും ഉണ്ടായ പുരോഗതിയാണ് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ.
റെയിൽവേ, റോഡുകൾ, ടെലിഗ്രാഫ്, ടെലിഫോൺ തുടങ്ങിയവ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. രാഷ്ട്രീയ അവബോധവും ദേശീയതയും കോളനി രാജ്യങ്ങളിൽ വളർന്നു. ആധുനിക വിദ്യാഭ്യാസവും ശാസ്ത്രവും വികസിച്ചു. എന്നാൽ സാമ്രാജ്യത്തിന് ഗുണത്തേക്കാളേറെ ആണ് ഉണ്ടായിരുന്നത്. തദ്ദേശീയമായി വ്യവസായങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടു. ചൈനയെ പല വിഭാഗങ്ങളെയും സ്വാധീന വലയത്തിലാക്കുകയും അന്തർദേശീയ വാണിജ്യത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തു. ലൈബീരിയയും എത്യോപ്യയും ഒഴികെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കായി വിഭജിക്കപ്പെട്ടു. നല്ലൊരു വിഭാഗം ആഫ്രിക്കക്കാർ അടിമകളാക്കപ്പെട്ടു. പിന്നെ വർണ്ണവിവേചനം രൂക്ഷമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. സാമ്രാജ്യത്വ ശക്തികളുടെ വ്യവസായോൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സ്ഥലങ്ങളായി കോളനികൾ മാറി. പിന്നെ ഇന്ത്യയുടെ ഐശ്വര്യപ്രദമായ സമ്പദ്ഘടന സാമ്രാജ്യത്വ ശക്തികൾ നശിപ്പിച്ചു. അസംസ്കൃത വസ്തുക്കൾ മുഴുവൻ കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ സാമ്രാജ്യത്വ ഗുണങ്ങളെക്കാൾ അധികം ദോഷങ്ങളാണ് ഉണ്ടാക്കിയത്. സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആശയവിനിമയ രംഗത്തും ഗതാഗത രംഗത്തും എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി. പിന്നെ എന്താണ് അതിലെന്തൊക്കെ പെടും? ഗതാഗതത്തിൽ റോഡുകൾ, റെയിൽവേ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ടെലിഫോൺ, ടെലിഗ്രാഫ്, ഇതിൻ്റെയൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. പിന്നെന്താണ് രാഷ്ട്രീയ ബോധവും അതുപോലെ ദേശീയ ബോധവും ഒക്കെ എന്താണ് കോളനി രാജ്യങ്ങളിലായിട്ട് വളർന്നു. പിന്നെന്താണ് ആധുനിക വിദ്യാഭ്യാസം, ശാസ്ത്രം വികസിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് ദോഷങ്ങളായിട്ട് പറയുന്നത് എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടു. പിന്നെന്താണ് പല വിഭാഗങ്ങൾ, ചൈനയിലുള്ള പല വിഭാഗങ്ങളും ഒക്കെ എന്താണ് സ്വാധീന വലയത്തിലാവുകയും പിന്നെ അവർക്ക് വാണിജ്യത്തിന് തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെന്താണ് വർണ്ണവിവേചനം ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും എത്യോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കായിട്ട് വിഭജിക്കപ്പെട്ടു. പിന്നെ നല്ലൊരു വിഭാഗം ആഫ്രിക്കക്കാരെന്താണ് അടിമകളാക്കപ്പെട്ടു. വർണ്ണവിവേചനം രൂക്ഷമായി. ഇതൊക്കെയാണ് നമുക്കുണ്ടായ സാമ്രാജ്യത്വ ശക്തികൾ കൊണ്ടുണ്ടായ ദോഷങ്ങൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്നാണ്. അന്തർദേശീയ സമാധാനവും സുരക്ഷയുമായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള അവരുടെ ഒരു ഐഡിയോളജി എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കാം. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ലക്ഷ്യം എന്താണ്? സമാധാനവും സുരക്ഷയുമായി അന്തർദേശീയ സമാധാനവും സുരക്ഷയുമായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഉദ്ദേശം. രാഷ്ട്രങ്ങൾ സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗഹൃദം വളർത്തുക, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, മാനസിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി അന്തർദേശീയ സഹകരണം വളർത്തുക എന്നതും പ്രധാന ഉദ്ദേശമായിരുന്നു. മനുഷ്യാവകാശവും മൗലിക സ്വാതന്ത്ര്യവും ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കുക എന്നതും UN-ൻ്റെ ലക്ഷ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ലക്ഷ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മെയിൻ ഉദ്ദേശങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലങ്ങൾ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിലാണ്. AD 1757 1857. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ഫലങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ഫലങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടെ നവോത്ഥാനം, മതനവീകരണം, യൂറോപ്പിൽ നടന്ന മറ്റ് വിപ്ലവങ്ങൾ എന്നിവയുടെ ഫലമുണ്ടായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മനുഷ്യാവകാശം തുടങ്ങിയ പല ആശയങ്ങളും അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. സമൂഹത്തിലെ കുറേ വിഭാഗങ്ങളിൽ ഈ ആശയങ്ങൾ സ്വാധീനം ചെലുത്തുകയും അതിൻ്റെ ഫലമായി ചില നവീകരണ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ രാജാറാം മോഹൻ റായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അരുണ അസഫ് അലി, പണ്ഡിറ്റ് രമാബായി തുടങ്ങിയവരായിരുന്നു ഇത്തരം നവീകരണ പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിൽ. ഇപ്പോൾ വനിതകളുടെ പദവി ഉയർത്തുന്നതിനുള്ള പല നിയമങ്ങളും ഇക്കാലത്ത് തുടക്കം കുറിച്ചു. അന്ന് ഗവർണർ ജനറൽ ആയിരുന്ന ബെൻഡിക്ട് പ്രഭു 1829 സതി സമ്പ്രദായം നിരോധിച്ചു. 1856 പാസ്സാക്കിയ നിയമം മൂലം വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള അനുമതി ലഭിച്ചു. ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ശ്രദ്ധ ആക്ട് 1929 പാസ്സാക്കി. ഈ നിയമം അനുസരിച്ച് 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളും 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമായി. എല്ലാ പ്രസ്ഥാനങ്ങളും ജാതി സമ്പ്രദായത്തെയും ഐതത്തെയും ശക്തമായി എതിർത്തു.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ഫലങ്ങളായിട്ട് പറയുന്നവയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. 1857 വിപ്ലവം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. വ്യത്യസ്തമായ വംശം, മതം, വർഗം എന്നീ വിഭാഗങ്ങളിലുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആദ്യമായി നടത്തിയ യുദ്ധമായിരുന്നു 1857 വിപ്ലവം. ഈ വിപ്ലവം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യൻ സ്റ്റേറ്റുകളോട് ബ്രിട്ടീഷുകാരുടെ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയും ചെയ്തു. ദേശീയതയുടെ ഉദയമാണ് ഈ വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്താണ്? ദേശീയതയുടെ ഉദയമാണ് ഈ വിപ്ലവത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു നേട്ടം അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത്. വരും നാളുകളിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത വീരൻ നായകന്മാരെ പറ്റി ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിൻ്റെ ഫലമായി ഹിന്ദു മുസ്ലിം ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഈ വിപ്ലവം ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു 1857 വിപ്ലവത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ദേശീയത വളരാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയ സംഭാവന എന്തെന്നാണ്. ബ്രിട്ടീഷുകാർ അർദ്ധ മനസ്സോടുകൂടിയ ഒരു വിദ്യാഭ്യാസ നയമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയതെങ്കിലും സമൂഹത്തിൽ ഇംഗ്ലീഷ് ഭാഷയും പാശ്ചാത്യ ആശയങ്ങളും നല്ല ചില ഫലങ്ങൾ ഉളവാക്കി. രാജാറാം മോഹൻ റായ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ പാശ്ചാത്യ ആശയങ്ങൾ സാംശീകരിച്ച് അന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന മനുഷ്യത്വരഹിതമായ മതപരവും സാമൂഹികവുമായ ആചാരങ്ങളെ പരിഷ്കരിച്ചവയായിരുന്നു. പിന്നെ ആധുനികത, യുക്തിബോധം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ദേശസ്നേഹം തുടങ്ങിയ വീക്ഷണങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും ഇംഗ്ലീഷ് ഭാഷയുടെയും പ്രചാരം മൂലം ഇന്ത്യക്കാർ സ്വീകരിക്കാനിടയായി. മാത്രമല്ല ശാസ്ത്രം, മാനവിക വിഷയങ്ങൾ, സാഹിത്യം തുടങ്ങിയ പുതിയ വിജ്ഞാന ശാഖകൾ ഇന്ത്യക്കാർക്ക് തുറന്നു കാട്ടുകയും ചെയ്തു. അതൊക്കെ ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മൂലം സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിലുള്ള ഭാഷയായി ഇംഗ്ലീഷ് മാറുകയും ചെയ്തു. ഇത് ആളുകളെ പരസ്പരം യോജിപ്പിക്കുകയും ക്രമേണ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധം അവരിൽ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്താ പറയുന്നത്? പാശ്ചാത്യ ചിന്തകരായ മാക്സ് മുള്ളറും ആനി ബസന്റും നാട്ടുഭാഷകളും സാഹിത്യകൃതികളും പ്രോത്സാഹിപ്പിച്ചു. തന്മൂലം ഇന്ത്യക്കാർക്ക് എന്താണ് തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു. പത്രങ്ങളും മറ്റും പ്രസിദ്ധീകരണങ്ങളും ആശയങ്ങളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കാനുള്ള അവസരം നൽകി. അതുപോലെ നോവല്, നാടകം, ചെറുകഥ, കവിത, ഗാനങ്ങൾ, നൃത്തം, കലകൾ, സിനിമ എന്നിവയിൽ കൂടിയൊക്കെ എന്താണ് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും കൊളോണിയൽ ഭരണ സമ്പ്രദായത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കാനും കഴിഞ്ഞു. പത്രങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും ആത്മവിശ്വാസം, ആത്മാഭിമാനം, അവബോധം, ദേശീയത എന്നീ വികാരങ്ങളിലൂടെ ദേശീയബോധം ജനങ്ങളിൽ വളർത്തി. ഇതൊക്കെ എന്തിൻ്റെ ഫലമാണ്? നമ്മുടെ ഇന്ത്യയിൽ ദേശീയത വളരാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയ സംഭാവനകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു? അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഭൂനികുതി സമ്പ്രദായം വളരെ വലിയ രീതിയിൽ തന്നെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന കർഷകർക്ക് കുറച്ചുകൂടെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയാണ് ചെയ്തത് ഈ ഒരു നികുതി സമ്പ്രദായം. അതെങ്ങനെയൊക്കെയാണ് ജീവിതത്തെ ബാധിച്ചതെന്ന് നോക്കാം. കൃഷിക്കാർക്ക് ദ്രോഹമായി തീർന്ന നിരവധി ഭൂനികുതി പരീക്ഷണങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തി. അവരുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനും യുദ്ധച്ചെലവിനും മറ്റും വേണ്ടി അവർ കർഷകരിൽ നിന്നും പണം പിഴിഞ്ഞെടുത്തു. ഇത് സാധാരണ കർഷകരുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. 1793 കോൺവാലിസ് പ്രഭു ബംഗാളിലും ബീഹാറിലും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആവിഷ്കരിച്ചു. അപ്പോൾ കുറേ ഭൂനികുതി വ്യവസ്ഥകളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. 1793 കോൺവാലിസ് പ്രഭു ആണ് ബംഗാളിലും ബീഹാറിലും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് എന്താണ്, ഭൂപ്രഭു അല്ലെങ്കിൽ ജമീന്ദാർ ഒരു നിശ്ചിത തുക ട്രഷറിയിൽ അടയ്ക്കണം. അതിന് പകരമായി അവരെ ഭൂമിയുടെ പാരമ്പര്യ ഉടമകളായി അംഗീകരിക്കും. ഈ സമ്പ്രദായം സെമീന്ദാർ ഭൂ ഉടമകളാക്കി മാറ്റി. നെക്സ്റ്റ് എന്താണ്, നിശ്ചിത നികുതി കൃത്യസമയത്ത് കൊടുക്കാൻ ഒരു സെമീന്ദാർ അമാന്തം കാണിച്ചാൽ അയാളുടെ ഭൂമി മറ്റൊരു സെമീന്ദാറിന് കൊടുക്കും. ഈ ഭൂനികുതി സമ്പ്രദായം ഒരു പുതിയ സെമീന്ദാരി വർഗത്തെ സൃഷ്ടിക്കുകയും അവർ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ മിത്രങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്തു.
1822 മഹൽവാരി എന്ന പുതിയൊരു രീതി കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ജമീന്ദാർ പിരിച്ചെടുക്കുന്ന നികുതിയാണ് ശാശ്വത ഭൂനികുതി. അതുപോലെ നെക്സ്റ്റ് ആണ് മഹൽവാരി. മഹൽവാരി എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു രീതി ഗംഗാതടത്തിലും വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലും മധ്യ ഇന്ത്യയിലും പഞ്ചാബിലും ഏർപ്പെടുത്തി. ഈ രീതിയിൽ എന്താ പറയുന്നത്? മഹലിലെ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്നാണ് പറയുന്നത്. പ്രദേശത്തിലെ നികുതി ആ പ്രദേശത്തുകാർ വൻ നികുതി ആവശ്യപ്പെട്ടിരുന്നതിനാൽ, ബ്രിട്ടീഷുകാരാണ് വൻ നികുതി ആവശ്യപ്പെട്ടിരുന്നതിനാൽ പാവപ്പെട്ട കർഷകർക്ക് ഈ സമ്പ്രദായം ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല. അപ്പം കർഷകർക്ക് പുതിയ പ്രയോജനം വരുന്നു പറഞ്ഞിട്ട് നികുതി ഏർപ്പെടുത്തിയിട്ട് കർഷകരെ അത് ദുരിതപൂർണമായ ജീവിതത്തിലോട്ടാണ് നയിച്ചത്. പിന്നെ റയറ്റ് വാലി സമ്പ്രദായം ബ്രിട്ടീഷുകാർ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബോംബെയുടെ വിവിധ ഭാഗങ്ങൾ, മദ്രാസ് പ്രസിഡൻസി എന്നിവിടങ്ങളിലാണ് തുടങ്ങിയത് ഈ ഒരു റയറ്റ് വാലി സിസ്റ്റം. ഇതനുസരിച്ചിട്ട് സർക്കാർ ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകരുമായിട്ട് നികുതി നേരിട്ട് പറഞ്ഞുറപ്പിച്ചു. നികുതി കൊടുക്കാൻ കഴിയുന്നിടത്തോളം കാലം ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകന് തന്നെ നൽകി. വളരെ ഉയർന്ന നികുതിയാണ് സർക്കാർ ചുമത്തിയിരുന്നത്. അതിനാൽ കർഷകന്റെ നേരെയുള്ള ചൂഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 നികുതി സമ്പ്രദായങ്ങളും ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അവർ ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക, നിരവധി ഭൂനികുതി പരീക്ഷണങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തി, അത് ഏതൊക്കെയാണെന്ന് കണക്ഷനുമാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. കൊളോണിയൽ ഇന്ത്യയുടെ മത സാമൂഹിക ഉണർവ് നോക്കാം. അപ്പം 19-ാം നൂറ്റാണ്ടിലെ മത സാമൂഹിക പരിഷ്കരണ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഇത് നിങ്ങൾക്ക് ലോങ് എസ്സേ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താടി എൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ അനക്ക് അതിനേക്കാൾ വലിയ തലവേദന എടുക്കുന്നുണ്ടാവില്ലേ? ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഏതെങ്കിലും 2 സാമൂഹിക പരിഷ്കർത്താക്കളെ പേര് തന്നിട്ട് ഇവർ നൽകിയ സംഭാവന എന്താണ്, ഇവർ ചെയ്ത പ്രവർത്തനം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നോക്കാം. ഫസ്റ്റ് വൺ രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് എന്താണ് ചെയ്തതെന്ന് നോക്കാം. ബംഗാളിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ രാജാറാം മോഹൻ റായ് ജനിച്ചു. അദ്ദേഹത്തിന് നിരവധി ഭാഷകൾ അറിയാമായിരുന്നു. വിശാലമായ വിദ്യാഭ്യാസം, പലതരത്തിലുള്ള സംസ്കാരങ്ങളും തത്വചിന്തകളും അദ്ദേഹത്തിൽ വളർത്തി. സതി എന്ന ദുരാചാരത്തിനെതിരെ പ്രവർത്തിക്കുവാൻ ആദ്യമായി മുന്നോട്ട് വന്നത് അദ്ദേഹമാണ്. അപ്പോൾ സതി എന്ന ദുരാചാരത്തിനെതിരെ പ്രവർത്തിച്ചതാരാണ്? രാജാറാം മോഹൻ റായ് ആണ്. പിന്നെ 1828 അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് 1829 സതി നിയമവിരുദ്ധവും ശിക്ഷാർഹവുമായ കുറ്റമാണെന്ന് നിയമം പാസ്സാക്കി. ഓക്കെ, അപ്പോൾ ബംഗാളിലൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ് രാജാറാം മോഹൻ റായ് ജനിച്ചത്. അദ്ദേഹത്തിന് നിരവധി ഭാഷകൾ അറിയാം. അതുപോലെ അദ്ദേഹം വളരെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയാണ്. പലതരത്തിലുള്ള സംസ്കാരങ്ങളും തത്വചിന്തകളും ഒക്കെ അദ്ദേഹം എന്താണ് നമ്മുടെ ഇവിടെ വളർത്തി കൊണ്ടുവന്നു. പിന്നെ എന്താണ്? സതി എന്ന ദുരാചാരത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ് 1829 സതി സമ്പ്രദായം നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് നിയമം പാസ്സാക്കിയത് കേട്ടോ. പിന്നെ 1828 അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. രണ്ടാമത്തെ ആളാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി 1856 ഹിന്ദു വിധവ പുനർവിവാഹം നടപ്പിലാക്കി. ശൈശവ വിവാഹത്തെയും ബഹുഭാര്യത്വത്തെയും എതിർത്തു. സംസ്കൃത പണ്ഡിതനായിരുന്നെങ്കിലും പാശ്ചാത്യ ചിന്തകളോട് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിരുന്നു. ബംഗാളി സാഹിത്യം, സംസ്കൃത പഠനം എന്നിവയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയൂ എന്ന് അദ്ദേഹം വാദിച്ചു. ബംഗാളിലെ പെൺകുട്ടികളുടെ 35 സ്കൂളുകളും തുടങ്ങാൻ മുൻകൈ എടുത്തു. അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നൽകിയ സംഭാവന എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് നമ്മുടെ ഹിന്ദു വിധവ പുനർവിവാഹം നിയമം നടപ്പിലാക്കി. പിന്നെ ശൈശവ വിവാഹത്തിനെയും ബഹുഭാര്യത്വത്തെയും ഒക്കെ എതിർത്തു. പിന്നെ അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ഇംഗ്ലീഷ് ഭാഷകളോടൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എന്താണ് സ്ത്രീകളുടെ ഒരു പുരോഗമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വുമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ പറ്റൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. പിന്നെ അദ്ദേഹം എന്താണ് 35 സ്കൂൾ ബംഗാളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികളുടെ 35 സ്കൂളുകളൊക്കെ തുടങ്ങാൻ മുൻകൈ എടുത്തൊരു വ്യക്തിത്വമാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് ഓർത്ത് വെച്ചിട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് പറയുന്ന ആളാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സംഭാവന എന്താണെന്ന് നോക്കാം.
ഹിന്ദു മതത്തിൻ്റെ പരിഷ്കരണത്തിനു വേണ്ടി 1875 ആര്യസമാജം സ്ഥാപിച്ചു. അപ്പോൾ ആര്യസമാജത്തിൻ്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ഒരു കമ്പൽസറി ചോദ്യമാണ് കേട്ടോ. ഈ ഒരു ആര്യസമാജത്തിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ ആര്യസമാജത്തിന് സ്ഥാപിച്ചത് ആരാണെന്ന് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 വർഷവും ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ആര്യസമാജം സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. പിന്നെ എന്താണ്, തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ഹിന്ദുമതത്തിലെ കർക്കശമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും സാമൂഹിക സമത്വം മെച്ചപ്പെടുത്താൻ പ്രവർത്തിച്ചു. ഇസ്ലാം ക്രൈസ്തവ മതങ്ങളിലെ പരിവർത്തനം ചെയ്യപ്പെട്ട ഹിന്ദുക്കളെ തിരിച്ചു ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. സാധാരണ ജനങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസം എത്തിക്കുകയും കാര്യത്തിൽ ആര്യസമാജം മുഖ്യ പങ്കുവഹിച്ചു. അപ്പോൾ ആര്യസമാജമാണ് നിങ്ങൾ ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതേണ്ടത്. 1875 സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ആര്യസമാജം വന്നിട്ടുള്ളത്. പിന്നെന്താണ്, തൊട്ടുകൂടായ്മയ്ക്കെതിരെയും അതുപോലെ ഹിന്ദുമതത്തിലുണ്ടായ കുറേ ജാതി വ്യവസ്ഥയ്ക്കെതിരെയൊക്കെ ഈ ഒരു സാമൂഹിക സമത്വം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നെ എന്താണ്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം എത്തിക്കുന്ന കാര്യത്തിലൊക്കെ ആര്യസമാജം മുഖ്യ പങ്ക് വഹിച്ചു. ഓക്കെ, ഇനി അടുത്ത ആള് രാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനുമാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ലോകത്തിലുള്ള വിവിധ മതങ്ങൾ ഒരേ ദൈവത്തെ കണ്ടെത്താനുള്ള വിവിധ വഴികൾ മാത്രമാണെന്ന് രാമകൃഷ്ണ പരമഹംസൻ വിശ്വസിച്ചു. സ്വാമി വിവേകാനന്ദനായിരുന്നു ഏറ്റവും പ്രധാന ശിഷ്യൻ. അപ്പം രാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായിരുന്നു വിവേകാനന്ദൻ. ഇന്ത്യൻ ജനതയെ ശക്തരാക്കാനും അവരിൽ തന്നെ വിശ്വാസം ജനിപ്പിക്കുന്നതിനും മതേതരവും ആത്മീയവുമായ ജ്ഞാനം ആവശ്യമുണ്ടെന്ന് വിവേകാനന്ദൻ മനസ്സിലാക്കി തൻ്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസൻ്റെ പേരിൽ രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത്. അത് ഹിന്ദു സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും സത്ത അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും രചനകളിലൂടെയും വെളിച്ചത്ത് കൊണ്ടുവന്നു. മതപരമായ അന്ധവിശ്വാസങ്ങൾ, കാലഹരണപ്പെട്ട സാമൂഹിക ആചാരങ്ങൾ എന്നിവയ്ക്കെതിരെ ശബ്ദിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. എന്തൊക്കെയാണ്? അന്ധവിശ്വാസങ്ങളെയും കാലഹരണപ്പെട്ട സാമൂഹിക ആചാരങ്ങളെയൊക്കെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ത്രീകളുടെ അഭിവൃദ്ധിക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കാനൊക്കെ ആഹ്വാനം ചെയ്തു. പിന്നെന്താണ്, വേദാന്തത്തിൻ്റെ സത്തയിലും മതങ്ങളുടെ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഐക്യത്തിലും സമത്വത്തിലും ഒക്കെ അദ്ദേഹം രാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ നൽകിയ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതപരവും സാമൂഹികവുമായിട്ടുള്ള ജീവിതം ആധുനിക പാശ്ചാത്യ ശാസ്ത്രീയ വിദ്യാഭ്യാസവും സംസ്കാരവും മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ പുരോഗതി പ്രാപിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സാമൂഹികവും വിദ്യാഭ്യാസവുപരമായ പിന്നോക്കാവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ശ്രദ്ധ. അപ്പം മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടായിരുന്ന പിന്നോക്കാവസ്ഥയിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പിന്നെ മുസ്ലിം സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് അദ്ദേഹം കഠിനമായിട്ട് ശ്രമിച്ചു. പിന്നെ പർദ സമ്പ്രദായം, ബഹുഭാര്യത്വം, വേഗം നടക്കുന്ന വിവാഹമോചനം, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് തുടങ്ങിയവയെല്ലാം പെൺകുട്ടികളുടെ ഇടയിൽ സാർവത്രികമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനെല്ലാം എതിരായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പണ്ഡിത രമാബായി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പണ്ഡിത രമാബായി. വനിതകളുടെ അവകാശങ്ങൾക്കും ശൈശവ വിവാഹത്തിന് എതിരായും പോരാടിയിരുന്ന ഒരു മഹാരാഷ്ട്രയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിത രമാബായി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയാണ്. പിന്നെ 1881 പൂനെയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആര്യ മഹിളാ സമാജ് എന്ന സംഘടന സ്ഥാപിച്ചു. പണ്ഡിത രമാബായിയുടെ സംഭാവനയാണ്, അല്ലെങ്കിൽ അവർ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആര്യ മഹിളാ സമാജ്. അപ്പം ഉപേക്ഷിക്കപ്പെട്ടവരും കുടുംബങ്ങളിൽ നിന്നുള്ള മറ്റ് അധിക്ഷേപങ്ങൾ വിധേയരായവരെ, അതുപോലെ ചെറുപ്പക്കാരികളായ വിധവകളുടെയൊക്കെ ഒരു അഭയ കേന്ദ്രമാണ് ഈ ഒരു ആര്യ മഹിളാ സമാജ് കേട്ടോ. അതുപോലെ ഈ ഒരു അഭയ കേന്ദ്രം എന്ന നിലയിൽ മുക്തി മിഷൻ 1889 സ്ഥാപിച്ചു. അപ്പോൾ മുക്തി മിഷൻ 1889 സ്ഥാപിച്ചു. അതുപോലെ 1881 പൂനെയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു. പിന്നെ ശ്രദ്ധാസദനം ഇവർ ആരംഭിച്ചതാണ്. അപ്പം 3 മിഷൻ അല്ലെങ്കിൽ 3 സംഘടനകൾ നമ്മളിവിടെ പണ്ഡിത രമാബായിയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. ഫസ്റ്റ് വൺ ആര്യ മഹിളാ സമാജ്, പിന്നെ എന്താണ് ശ്രദ്ധാസദൻ, പിന്നെ മുക്തി മിഷൻ. ഇതൊക്കെ പണ്ഡിത രമാബായിയുടെ സംഭാവനകളാണ്.
നെക്സ്റ്റ് ഉള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് എന്ന് പറയുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയിലെ അംഗമായിരുന്നു ആനി ബസന്റ്. 1893 ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയുടെ മത തത്വചിന്താ പാരമ്പര്യങ്ങളെ പ്രകീർത്തിക്കുകയും ഇന്ത്യൻ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അഭിമാനബോധം ജനിപ്പിക്കാൻ വേണ്ടി നാട്ടുഭാഷകളെയും സാഹിത്യത്തെയും തിയോസഫിക്കൽ സൊസൈറ്റി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇവർ മനുഷ്യൻ്റെ സർവ്വലൗകിക സാഹോദര്യമാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ മനുഷ്യരുടെ തമ്മിൽ ബന്ധമുള്ള അതുപോലെ മനുഷ്യൻ്റെ ഒരു ലൗകിക സാഹോദര്യത്തെയാണ് ഈ ഒരു ആനി ബസന്റ് പ്രചരിപ്പിച്ചിട്ടുണ്ടായത്. അത് ആധുനിക ഇന്ത്യയുടെ വികസനത്തിന് ഇത് വൻ സംഭാവന നൽകി. പിന്നെ 1907 ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി മാറി. പിന്നെ ആനി ബസന്റ് ബനാറസിൽ ആൺകുട്ടികൾക്ക് വേണ്ടി സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. 1912 ഈ കോളേജ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന പേരിലുള്ള പുതിയ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി തീർന്നു. അതാണ് ആനി ബസന്റിൻ്റെ സംഭാവന. അപ്പോൾ ഇത്രയും സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. പോയിന്റ്സ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക ആചാരങ്ങൾ വിശദമാക്കുക. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിന്നിരുന്നത് 2 ഘടകങ്ങളാണ്. ഒന്ന് എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. രണ്ടാമത് സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ. ഇതാണ് 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന 2 സാമൂഹിക ആചാരങ്ങൾ: വിദ്യാഭ്യാസത്തിൻ്റെ കുറവും സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയും. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഇന്ത്യയിലെ ഉന്നത ജാതിയിൽപ്പെട്ട ഒരു പിടി ആളുകൾക്ക് മാത്രമായി വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തിയിരുന്നു. സംസ്കൃതത്തിൽ എഴുതിയ വേദങ്ങളുമായി ബന്ധപ്പെടാൻ ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. വിലയേറിയ മതപരമായ ചടങ്ങുകളായ ബലികർമ്മം, ജനന മരണങ്ങൾക്ക് ശേഷം നടക്കുന്ന ആചാരങ്ങൾ തുടങ്ങിയവയെല്ലാം നിശ്ചയിച്ചിരുന്നത് ആരാണ്? വർഗക്കാരാണ്. ആർക്കും ബ്രാഹ്മണ പുരോഹിതരെ ചോദ്യം ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഉന്നതരായിട്ടുള്ള ഈ ഒരു നമ്മൾ അന്ന് കൺസിഡർ ചെയ്തിരുന്ന ബ്രാഹ്മണരാണ് സമൂഹത്തിൽ ഏറ്റവും ഉന്നത പദവിയിലുള്ളവർ. അവർക്ക് മാത്രമേ വേദോപനിഷത്തുകളും അതുപോലെ എന്താണ് സംസ്കൃത ഭാഷ പഠിക്കാനൊക്കെ അവരുടെ കുട്ടികൾക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അതുപോലെ ഏതൊരു ചടങ്ങുകളായിക്കോട്ടെ, ബലികർമ്മങ്ങളായിക്കോട്ടെ, മരണങ്ങൾക്ക് ശേഷം നടക്കുന്ന ആചാരങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഈ ഒരു പുരോഹിത വർഗത്തിന് മാത്രം അവരുടെ കൺട്രോളിലായിരുന്നു. ബ്രാഹ്മണ വർഗത്തിൻ്റെ കൺട്രോളിൽ മാത്രമായിരുന്നു നടന്നിരുന്നത്. താഴേക്കിടയിലുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും ചെയ്യാൻ അനുവാദം ഇല്ലായിരുന്നു. അതൊക്കെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടായ കാര്യങ്ങളാണെന്ന് പറയാം. പിന്നെ വനിതകളുടെ സ്ഥാനം എന്തായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ? 19-ാം നൂറ്റാണ്ടിൽ ഭൂരിഭാഗം സ്ത്രീകളുടെയും ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഇന്ത്യയിലെ സാമൂഹിക ആചാരങ്ങളായ പെൺകുട്ടികളുടെ ഹത്യ, ശൈശവ വിവാഹം, സതി അനുഷ്ഠാനം, ബഹുഭാര്യത്വം എന്നിവ സമൂഹത്തിലെ ചില വിഭാഗങ്ങളിൽ നടന്നിരുന്നു. പെൺകുട്ടികളെ കൊല്ലുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. അതിജീവിക്കുന്ന പെൺകുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ പ്രായമുള്ള പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയാണ്? പല സമൂഹങ്ങളിലും ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ബഹുഭാര്യത്വം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അവരുടെ ഹസ്ബൻഡിന് കുറേ ഭാര്യമാരുള്ള ആ ഒരു ബഹുഭാര്യത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ടോടെ അനുഭവിച്ചിരുന്നൊരു കാര്യങ്ങളാണ് അന്നത്തെ 19-ാം നൂറ്റാണ്ടിൽ. പിന്നെ എന്താണ്? ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ വിധവയായ സ്ത്രീയെ നിർബന്ധിക്കുന്നത്. ഈ ഒരു സതീ സമ്പ്രദായം നിലനിന്നിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലായിരുന്നു. പിന്നെ സ്ത്രീധന സമ്പ്രദായം, പൂർവികരുടെ സ്വത്തുകളിലുള്ള അവകാശമില്ലായ്മ തുടങ്ങിയ മറ്റ് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്ത്രീകൾ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവും സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക ആചാരങ്ങൾ ആണ് വിശദമാക്കാൻ പറഞ്ഞത്. അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറവും പിന്നെ വനിതകളുടെ സ്ഥാനവുമാണ് അതിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക കേട്ടോ. പിന്നെന്താണ്? ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളർത്താൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനും ബഹുഭാര്യത്വം പോലുള്ള സാമൂഹിക ആചാരങ്ങൾ ഇല്ലായ്മ ചെയ്യാനും നിരവധി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് 1863 അബ്ദുൽ ലത്തീഫ് കൽക്കത്തയിൽ സ്ഥാപിച്ച മുഹമ്മദൻ ലിറ്ററസി സൊസൈറ്റി. ഉയർന്നവരും മധ്യവർഗത്തിൽപ്പെട്ടവരുമായ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആദ്യകാല സംഘടനകളിൽ ഒന്നാണിത്. ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുന്നതിന് ഇവർ ശ്രമിച്ചു. 1899
മിർസ ഗുലാം അഹമ്മദ് സ്ഥാപിച്ച പ്രസ്ഥാനമായിരുന്നു അഹമ്മദിയ മൂവ്മെൻറ്റ് ഓർത്ത് വെക്കുക. 1899 മിർസ ഗുലാം അഹമ്മദ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അഹമ്മദിയ മൂവ്മെൻറ്റ്. ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ എന്താണ് ഉള്ളത്? രാജ്യമെമ്പാടും ധാരാളം സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. പിന്നെ ഇന്ത്യയിലെ മഹാകവികളിൽ ഒരാളായ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതകളിൽ കൂടി തത്വചിന്താപരവും മതപരവുമായ വീക്ഷണങ്ങൾ വളർത്തി. സാരേ ജഹാം സേ അച്ഛ, ഹിന്ദു ഹമാര എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ ഗാനം രചിച്ചത് ഇദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും ഒന്നുകൂടെ നോക്കുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റർ മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഒന്നുകൂടെ കണ്ടതിന് ശേഷം റിവിഷൻ കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവിഷൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.